നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല കേസിൽ പ്രതികളെ പിടിക്കാനെന്ന പേരിൽ മുഖംമൂടിയിട്ട് സ്ത്രീകൾ തനിച്ചു താമസിക്കുന്ന വീട്ടിൽ പാതിരാത്രി പുരുഷ പോലീസുകാരെത്തിയ വിവരം പുറത്ത്. കരുനാഗപ്പള്ളിയിൽ പ്രതികളെ പിടികൂടാൻ എന്ന പേരിൽ സ്ത്രീകൾ താമസിക്കുന്ന വീട്ടിൽ കടന്ന അതിക്രമം മുൻപ് കർമ്മ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ കൂടുതൽ അമ്മമാർ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരികയാണ്. പാതിരാത്രി കിടക്കുന്ന മുറിയുടെ വാതിൽ തള്ളി തുറന്ന് പുരുഷ പോലീസുകാർ ബെഡ്റൂമിൽ കടന്നതായി സ്ത്രീകൾ പറയുന്നു. മുഖംമൂടിയിട്ടാണ് മുറിയിൽ ആദ്യം ഒരാൾ വന്നത്. മുഖംമൂടിക്കാരനെ കണ്ട് ഭയന്ന വീട്ടമ്മ ചോദിച്ചു, ആരടാ നീ? അപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പിറകെ ഇതാ 4ഓളം പോലീസുകാർ യൂണിഫോമിൽ. പിന്നെ വീട്ടമ്മയെ കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം പറയുകയായിരുന്നു. തുടർന്ന് മുഖംമൂടിയിട്ട പോലീസുകാരൻ വീട്ടമ്മയെയും പിഞ്ചുകുട്ടിയെയും വീടിന്റെ ഭിത്തിയിൽ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിർത്തി. തലയിൽ തേക്കാൻ വെച്ചിരിക്കുന്ന ആയുർവേദ എണ്ണ എടുത്തിട്ട് പോലീസുകാരൻ ചോദിച്ചു, ഇതാണോടി വീട്ടിൽ കൊണ്ടുവന്ന് നീ വെച്ച് കുടിക്കുന്നത്? അത് തലയിൽ തേക്കുന്ന എണ്ണയാണെന്ന് പറഞ്ഞപ്പോൾ എണ്ണക്കുപ്പി തറയിൽ അടിച്ചു പൊട്ടിച്ചു. അടുക്കളയിൽ കയറി ചട്ടിയും പാത്രവും എല്ലാം ചവിട്ടി പൊട്ടിച്ചു. മുറിയിൽ അടുക്കി വെച്ചിരുന്ന തുണി കീറി നശിപ്പിച്ചു. തുടർന്ന് വീട്ടിലെ ബക്കറ്റ് എടുത്ത് പോലീസുകാർ മുറ്റത്തിട്ട് ബൂട്ടിന് ഫുട്ബോൾ കളിക്കുന്നത് പോലെ അരമണിക്കൂർ. ഒരു സാർ ബക്കറ്റ് അങ്ങോട്ടടിക്കുമ്പോൾ മറ്റൊരു സാർ ബക്കറ്റ് ഇങ്ങോട്ടടിക്കും. വീട്ടമ്മ പറയുന്നു, അയ്യോ, ഇതെല്ലാം സ്ത്രീകൾ മാത്രമുള്ള വീട്ടിലാണ്. സുഖമില്ലാത്ത കുഞ്ഞിൻ്റെ തലയാണ് ഭിത്തിക്ക് കുത്തി നിർത്തിയത്. എല്ലാം പാതിരാത്രിയിൽ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ രാത്രി മയങ്ങിയാൽ സ്ത്രീകളോട് പോലും പോലീസ് ഇങ്ങനെയാണോ പെരുമാറുന്നത്? അതോ പോലീസുകാർ സ്ത്രീകളെ പീഡിപ്പിച്ചാൽ കേസ് എന്തുകൊണ്ടില്ല? ഈ വീട്ടിൽ അതിക്രമിച്ച് കയറിയ പോലീസുകാരെ മുഴുവൻ സ്ത്രീപീഡനത്തിന് കേസെടുത്ത് ജയിലിലിടാൻ പറ്റിയാൽ മാത്രമേ നിയമവും നീതിയും എല്ലാവർക്കും ഉണ്ടാകൂ. അല്ലാത്ത നിയമവും നീതിയും എല്ലാം ജനങ്ങൾക്ക് മുന്നിൽ അനീതിയായി നിലകൊള്ളും. സ്ത്രീകൾക്കായി നവോത്ഥാനവും വനിതാ മതിലും ഒക്കെ ഉണ്ടാക്കിയ ഒരു കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണോ സ്ത്രീകളോട് ചെയ്യേണ്ടത്? ആ സ്ത്രീകൾക്ക് ആര് നീതി കൊടുക്കും? ഈ അമ്മമാർക്ക് ആര് നിയമം നടപ്പാക്കി നൽകും? നീതി ജനങ്ങൾക്ക് അകലെയാണ്, ഏറെ അകലെയാണ്. അമ്മമാരുടെ വാക്കുകളിലേക്ക് പോവാം. കുറേ 6 പോലീസുകാരെന്ന് പറഞ്ഞാൽ 6 പേര് യൂണിഫോമിൽ, ഒരാൾ സിവിൽ ഡ്രസ്സിൽ വന്ന ആളാണ് ഞങ്ങൾ ചീത്ത വിളിച്ചത്. ഇവിടെ എന്തിനാ നിൻ്റെ ഹസ്ബൻഡ് എന്തിനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹസ്ബൻഡ് എന്തിനും ചോദിച്ചുകൊണ്ട് വന്ന ആളല്ല. അയാൾ ഞങ്ങൾ കിടന്ന റൂമിനകത്ത് കയറി വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിൻ്റെ ഭർത്താവ് എന്തിയേടി എന്ന് ചോദിച്ചാണ് കയറി വരുന്നത്. ഉറങ്ങി കിടന്നാൽ ഞാൻ ചാടി ഞാൻ എണ്ണീക്കുന്നുണ്ട്, എൻ്റെ മക്കളും എണ്ണീറ്റിട്ട് വെളിയിൽ വന്നു. ഞാൻ വെളിയിൽ ചാടി ഇറങ്ങിയപ്പോഴത്തേക്ക് വെച്ച് ഞാൻ ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു നിന്നോടൊക്കെ. ഞാൻ പറഞ്ഞു, ആരാ നിങ്ങളെ അറിയത്തില്ല ആരാന്ന് ചോദിച്ചപ്പോൾ വെളിയിൽ ഇറങ്ങി വന്നു. അന്നപ്പോഴത്തേക്ക് ഞങ്ങളോട് പറഞ്ഞ്, നിൻ്റെ ഭർത്താവ് എന്തിനാ? ഞാൻ പറഞ്ഞു, ജോലിക്ക് പോയിക്കോന്ന് പറഞ്ഞു. ഇവർ ജോലിക്ക് പോയവൻ്റെ വണ്ടിയാണെന്നോ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ജോലിക്ക് പോയ ആൾ വന്നിട്ട് വീണ്ടും പാലിയാച്ചിൻ്റെ വർക്കുണ്ട്, അതിനുവേണ്ടി പോയേക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ സാറെന്താ വന്നത്, എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അത് അവൻ വരുമ്പോൾ അവൻ്റെ അടുത്ത് പറയാം എന്ന് പറഞ്ഞിട്ട് കുറേ അസഭ്യമാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് മൊത്തം മനുഷ്യൻ കേൾക്കാൻ പറ്റാത്ത ആ രീതിയിലുള്ള അസഭ്യമാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ കിടക്കുന്ന മുറിയിലോട്ട് കയറി വന്നു ആ പോലീസ് അല്ലാത്ത ഒരാളാണ് കയറി വരുന്നത്. മുഖംമൂടി ഇട്ടുകൊണ്ടാണ് വരുന്നത്. വന്നോട്ടെ ഞാൻ ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചോണ്ടാണ് പറഞ്ഞത്. ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തന്നോടി എന്ന് ചോദിച്ചു പറഞ്ഞപ്പോൾ ഉണ്ട് ഒരു പോലീസ് കയറി വന്നു. അപ്പോൾ ചോദിച്ചു, എന്താ സാറേ കയറി വരുന്നത് ചോദിച്ചാൽ പറഞ്ഞു, ഒരു ഫോട്ടോ എടുത്ത് കാണിച്ച് പറയാൻ വന്നു. ഇത് നിനക്കറിയാവോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, എൻ്റെ മോനാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ മര്യാദകേടൊന്നും നമുക്ക് നിങ്ങളോട് പറയാനൊക്കത്തില്ല, ഞങ്ങളുടെ മക്കളെ ഉള്ള പ്രായമുള്ളവർ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒരു വിളിച്ച് തേവിടിച്ചെന്ന് വിളിച്ചിട്ടാണ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്നെ തേവിടിച്ചെന്ന് വിളിക്കാനൊക്കത്തില്ല, സാറിൻ്റെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മുഖംമൂടി ഇട്ട ആൾ ചാടി ഇങ്ങോട്ട് വന്നിട്ട്, നിനക്ക് എന്തോ വേണോടി എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും മനുഷ്യൻ കാക്കാത്ത തെറി അങ്ങനെ ഞങ്ങളെ വിളിക്കുന്നത്. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് കയറി ഇറങ്ങുന്ന കുഞ്ഞിനെയും എന്നെയും കൂടെ തെള്ളി അങ്ങോട്ട് ഭിത്തിയിലോട്ട് അങ്ങ് ചാരി ഞാൻ കുഞ്ഞും കൂടെ. എന്നിട്ട് ഞാൻ തലയിൽ തേക്കുന്ന എണ്ണ എടുത്ത് താഴെ അടിച്ചിട്ട് പറയുക, സാമാനം വീട്ടിൽ കൊണ്ട് വെച്ച് തന്നോ കുടിക്കുന്നത്. ഞാൻ പറഞ്ഞു, സാറേ ഇത് സാമാനമല്ല, ഇത് എണ്ണയാണ്, ഞാൻ തലയിൽ തേക്കുന്ന എണ്ണ, എനിക്ക് തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് തലയിൽ തേക്കുന്ന എണ്ണയാണ് എന്ന് പറഞ്ഞപ്പോൾ എടുത്ത ഒറ്റ അടിയാണ് നിലത്തോട്ട് അങ്ങ് അടിച്ച് ആ എണ്ണപ്പാത്രം അടിച്ചിട്ട് പെരക്കകത്ത് കയറി ഉള്ള ചട്ടിയും ഒരു കറച്ചട്ടിയും എല്ലാം കഴുകി വെച്ചിരുന്നു. അത് അവരുടെ ഷൂ ഇട്ട് ചവിട്ടി പൊട്ടിച്ചിട്ട് എൻ്റെ മുറിയിൽ കയറി എൻ്റെ ബക്കറ്റിലെല്ലാം വാങ്ങിയിരുന്ന തുണികളെല്ലാം വലിച്ച് ദൂരെ കളഞ്ഞിട്ട് ചാടി മുറ്റത്തോട്ട് വന്ന് ഒരു ബക്കറ്റ് ഒരു സാർ ഇവിടെ നിന്ന് അടിക്കുമ്പോൾ ഒരു സാർ അങ്ങോട്ടടിക്കും. ആ സാർ ഇങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പന്ത് കളിക്കുമായിരുന്നു. ഇവിടെ ഒരു അരമണിക്കൂറോളം അവർ ബക്കറ്റ് എടുത്തിട്ട് അടിച്ചിട്ട് മനുഷ്യൻ കേൾക്കാത്ത തെറിയാണ് വിളിക്കുന്നത്. ഇങ്ങനെയാണ് പോലീസുകാർ വിളിക്കേണ്ട ഭാഷകളൊന്നും അല്ല ഒരു വീട്ടിൽ കയറി വിളിക്കുന്നത്. പെണ്ണുങ്ങൾ തന്നെ ഉള്ളപ്പോൾ ഒരു മര്യാദ വേണം. കുഞ്ഞിനാണ് സുഖമില്ലാത്ത ഒരു കുഞ്ഞല്ല അത്.
അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സ കിടക്കുന്ന കുഞ്ഞ്. ഇവളെ എന്തിയടിയെന്ന് ചോദിച്ച് ചാടി ഇണിച്ച് കുഞ്ഞിൻ്റെ തല വിത്തേക്കിടിച്ച് കുഞ്ഞ് വീഴുമായിരുന്നു. സകല ചീട്ടുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള ഒരു വീട്ടിൽ വന്ന് ഈ മര്യാദകൾ പറയുന്ന എവിടുത്തെ നിയമമാണ് ഇത്? ഒരു കോടതി ഇങ്ങനെ പറയാത്ത ഒരു നിയമമാണ്. അമ്മയും പെങ്ങന്മാരും ഇല്ലാത്ത ആളുകളാണ് ഈ പോലീസുകാരായാലും മറ്റു ഉദ്യോഗസ്ഥന്മാരായാലും. എനിക്കത് ഹാർട്ടിൻ്റെ അസുഖമുള്ള എന്നെ പിടിച്ചതിൽ എനിക്ക് പിന്നെ ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയിൽ ഞാനിവിടെ ഇരിക്കുക. ഇവളെ വിളിക്കുമ്പോഴല്ലേ ഇവിടെ അതിന് മറുപടി പറയുന്നുണ്ട്. സാറേ ഇങ്ങനെ വിളിക്കരുത്, ഇങ്ങനെ തെറി വിളിക്കാൻ നിങ്ങൾക്ക് പറ്റും. നീ എന്തുപാടി നിന്നെ കാണിച്ചു തരാം അവിടെ മറ്റേതാടി മാറയാടി ഓടിയാകും വന്ന് ഇവിടെ ഈ അയലത്തില്ല ഈ വീട്ടുകാർ ഇറങ്ങി വന്ന് അതുപോലുള്ള തെറിയാണ് വിളിച്ചത്. എന്നിട്ട് വീട്ടിൽ ഇരുന്ന പാത്രങ്ങൾ തല്ലി പറിച്ചിട്ട് പറഞ്ഞു ഇവനെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾ സത്യം പറ, കാര്യം എന്താണെന്ന് പറയാതെ നിങ്ങൾ വീട്ടിൽ വന്ന് ഇങ്ങനെ അക്രമം കാണിക്കണം. അത് കാര്യം അവനോട് ചോദിച്ചാൽ പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആദ്യമേ വന്ന് തെറിയും പറഞ്ഞേച്ച് കൈരളി മുക്കിന് പോയിട്ട് തിരിച്ച് വന്ന് വണ്ടി എടുത്തോണ്ട് അവർ പോവുക. സാറേ വണ്ടി കൊണ്ടുപോകരുതെന്ന് പറഞ്ഞപ്പോഴത്തേന് നീ വണ്ടി എടുത്തോണ്ട് പോയി നീ എന്തോ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറ് തന്നെ ഇവിടെ വണ്ടി കൊണ്ടുവെക്കണം, എൻ്റെ മോനെ കിട്ടിയില്ല വണ്ടി ആണെന്നുണ്ട്. സാറ് വണ്ടി ഇവിടെ കൊണ്ടുവെക്കണം എന്നുണ്ട്. നീ എത്ര ഗെയിമാന്നോടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു സാറിൻ്റെ അമ്മയുണ്ടോ? സാറിൻ്റെ അമ്മയുടെ പ്രായം അല്ലെങ്കിൽ സാറിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ പ്രായമുണ്ടല്ലോ. ഞാൻ ഒരു മര്യാദ ഇട്ട് വിളിക്കാൻ വയ്യോ സാറേ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ പറഞ്ഞ ഭാഷ നിങ്ങളോട് അമ്മയോടും മക്കളോടും പറയാൻ വയ്യാത്ത ഭാഷകൾ അവർ പറഞ്ഞു. ഇവിടെ ഒരു ബക്കറ്റ് 2 ബക്കറ്റ് ഇവിടെ മുറ്റത്ത് ഞാൻ തുണി കുഞ്ഞുങ്ങൾ പേടിച്ചു ഇല്ല. കുഞ്ഞാണെങ്കിൽ പേടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കുഞ്ഞാത് അത് ഭിത്തിക്കകത്ത് ചാടി ഒരു ഭാര്യയും ഒരു ഭർത്താവും കൂടെ കിടക്കുന്ന മുറിയായിരിക്കട്ടെ ഒന്ന് വന്ന് കടവിന് എന്തുവരും കൊട്ടാവല്ലോ കൊട്ടാതെ പോലും ഒരു തല്ലി വന്ന് മുറിക്കകത്തോട്ട് കയറിയേച്ച് വന്ന് വിളിക്കേണ്ട ഭാഷ ഇതാണ്. മറ്റേ മോളെ മറിച്ച മോളെ നന്ന് വിളിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥന്മാർ വിളിക്കുന്ന ഭാഷയാണ് ഇത്. പക്ഷേ ഞങ്ങൾ കേൾക്കാവുന്നതിന്റെ പരമാവധി ഞാൻ കണ്ടു കാണുകയും ചെയ്ത് കേൾക്കാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ കേട്ടു. ഞങ്ങളോട് ഉദ്യോഗസ്ഥരാണല്ലോ എന്നോർത്ത് ഞങ്ങളൊന്നും കുറെയൊക്കെ ഞങ്ങൾ പിന്നെ മര്യാദകർ തന്നെ വായിന്ന് വീഴുന്നവര്. മറ്റേ ആളാ കസർത്ത് പിടിച്ച് വന്നവർ നിങ്ങളും കൊണ്ടൊരു ഒരു അദ്ദേഹം നിങ്ങളോട് പറയാനൊക്കാത്ത തെറിയാണ് വിളിച്ചത്.